മോട്ടോവേഴ്സിൻ്റെ ലാസ്റ്റ് ദിവസമാണ്, അതായത് തേർഡ് ഡേ. സോ ഇന്ന് നമ്മളിത് അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അവിടെ നിന്ന് അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞിട്ട് നേരെ അരമ്പോൾ ബീച്ചിലോട്ടാണ് പോകുന്നത്. അരമ്പോൾ ബീച്ച് ഇവിടെ നിന്ന് അത്യാവശ്യം ഞങ്ങളിരിക്കുന്ന സ്റ്റേയിൽ നിന്ന് കുറച്ച് അടുത്ത് തന്നെയാണ്. അപ്പോൾ ബീച്ചിലൊക്കെ ഒന്ന് പോയി ഒന്ന് ചില്ലായിട്ട് കുറച്ച് ഷോർട്സൊക്കെ ഒന്ന് എടുത്ത്, ഷോർട്സ് എന്ന് പറഞ്ഞാൽ വീഡിയോ ഷോർട്സ് അതൊക്കെ ഒന്ന് എടുത്ത് പിന്നെ നമ്മളൊരു വൈകിട്ടൊക്കെ ആയിട്ട് ഇവൻറ്റ് നടക്കുന്ന സ്ഥലത്തോട്ട് പോകും. ഒരു ഈവനിങ് ടൈമിൽ ഒരു 4-4:30 ആ ടൈമിൽ ഇവൻറ്റ് നടക്കുന്നിടയ്ക്ക് പോകും. ഇന്ന് അത്യാവശ്യം നല്ല കിടിലം പരിപാടികളായിരിക്കും. കാരണം ഒന്നാമത് ഇന്ന് പരിപാടി അവസാനിക്കുകയാണ്. പരിപാടി അവസാനിക്കുന്ന ദിവസമാണ്. പോരാത്തതിന് നല്ല അത്യാവശ്യം ബാൻഡും വരുന്നുണ്ടെന്ന്. അപ്പോൾ കൺസേർട്ടും പരിപാടികളൊക്കെ ഒന്ന് അടിപൊളിയായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ മോട്ടോവേഴ്സിൻ്റെ ലാസ്റ്റ് ദിവസത്തിലോട്ട് വന്നിരിക്കുകയാണ്. ഇന്നാണ് നമ്മുടെ ഡേ 3. ഞാൻ ആദ്യത്തെ ക്ലിപ്പിൽ പറഞ്ഞ ആ ഒരു ടൈമിങ്ങിൽ ഞങ്ങളുടെ പ്ലാനെല്ലാം നടക്കുകയാണെങ്കിൽ ദിവസം അടിപൊളിയായിരിക്കും. പക്ഷേ ഞങ്ങളിപ്പോഴാണ് ഇവിടെ നിന്ന് അരമ്പോൾ ബീച്ചിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുന്നത്. കാറിനുള്ളിൽ ഒറ്റയ്ക്കിരുന്ന് വൈബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജിച്ചുവാണ് കാണുന്നത്. പാട്ടൊന്നുമില്ല കാറിനുള്ളിൽ, ഞാൻ ഒറ്റയ്ക്കിരുന്ന് എൻജോയിങ് ആണ് ചെക്കൻ. എല്ലാവരുടെ മുഖത്ത് ഒരു ടയർഡ്നെസ് ഒക്കെ ഉണ്ട്. കാരണം ഇന്നലത്തെ പരിപാടി ഭയങ്കര എനർജറ്റിക് ആയിരുന്നുകൊണ്ട് എല്ലാവരും നല്ലപോലെ തുള്ളിച്ചാടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടയർഡ്നെസ് ഒക്കെ മുഖത്ത് എല്ലാവരുടെയും കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അരമ്പോൾ ബീച്ച് അടുത്താണ് കാണിക്കുന്നത്. ഒരുപാട് ദൂരം ഉണ്ടാവുമെന്ന് അറിയില്ല. കാരണം ഇവിടെ തന്നെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ റോഡൊക്കെ ഇച്ചിരി സീനാണ്. അപ്പോൾ ഈ മാപ്പിൽ കാണിക്കുന്ന വഴിയൊക്കെ നമ്മൾ ബൈക്ക് ഓടിച്ച് പോകേണ്ട വഴിയാണ്. അതിലൂടെയൊക്കെയാണ് ഈ കാറും കൊണ്ട് പോകേണ്ട അവസ്ഥ. നമ്മുടെ ഡ്രൈവർ എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കാറൊക്കെ എടുത്ത് നേരെ അരമ്പോൾ ബീച്ചിലോട്ട്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം ഞങ്ങൾ അരമ്പോൾ ബീച്ച് എത്തിയിരിക്കുകയാണ്. ദൈവം കാര്യമായിട്ട് എന്തോ പറയാം. മോട്ടിവേഷനായി കണ്ട ശേഷം ഞങ്ങൾ നേരെ അരമ്പോൾ ബീച്ചിലോട്ട് നടന്നു പോവുകയാണ്. ഇവിടുത്തെ പാർക്കിംഗ് അത്യാവശ്യം ഭയങ്കര വലിയ പാർക്കിംഗ് ആയിരുന്നു. ഞങ്ങൾ കാർ നിർത്തിയവിടെ ഏറെക്കുറെ ഒരുപാട് കാർസൊക്കെ ഉണ്ടായിരുന്നു. അതിന് ഇവിടെ നിൽക്കുന്നത് ഫുള്ളി റെൻ്റൽ സ്കൂട്ടീസാണ്. അത്യാവശ്യം ബീച്ചിൽ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നോക്കുമ്പോൾ അറിയാം അത്ര തിരക്കുണ്ടെന്ന്, പക്ഷേ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ആൻഡ് ഇതൊരു ബാഗ ബീച്ചിൻ്റെ ഒരു വൈബ്, ആ ഒരു വൈബിലുള്ള ഒരു ബീച്ചാണ്. ലൈക്ക് എന്താ പറയുക, ഷാക്കുകൾ ഉണ്ടാവും. പിന്നെ ആ മുൻപിലിട്ടിരിക്കുന്ന മറ്റേ എന്താ പറയുക, ആ ഒരു കുടയൊക്കെ വെച്ചിട്ട് ചെയറില്ലേ നമ്മൾ വെയിലത്തൊക്കെ ഇരിക്കുന്നത്, നമ്മളല്ല ഈ ഫോറിനേഴ്സൊക്കെ വെയിലത്ത് വന്നിങ്ങനെ ഇരിക്കില്ലേ, ആ ഒരു ചെയറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ പറഞ്ഞ ആ ഒരു ബാഗ ബീച്ച് കൈൻഡ് ഓഫ് വൈബ് തരുന്ന ഒരു ബീച്ചായിരുന്നു ഇത്. അത്യാവശ്യം ലിറ്റിൽ ബിറ്റ് കാമായിരുന്നു, ഇവിടെ കാം ആൻഡ് പീസ്ഫുൾ ആയിരുന്നു. ആൻഡ് ഞങ്ങളിത് ഇവിടെ ഈ ബീച്ചിലൊക്കെ വന്ന് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത ശേഷം റൂമിലോട്ട് പോയി. അവിടെ നിന്ന് പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് ഞങ്ങൾ പരിപാടിക്ക് ഇറങ്ങുമ്പോഴേക്കും അത്യാവശ്യം സമയമുണ്ടായിരുന്നു. ലൈക്ക് ഞങ്ങൾ 5 മണിക്ക് പാൽ ഡബ്ബ ആൻഡ് MC കൂപ്പർ ഇവരുടെ പരിപാടി കാണാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. ബട്ട് അവരുടെ പരിപാടി കാണാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ റൂമിൽ നിന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങുമ്പോഴേക്കും തന്നെ സമയം 5 മണിയായി കഴിഞ്ഞു. പിന്നെ പാൽ ഡബ്ബ ആൻഡ് MC കൂപ്പർ ഇവരുടെ പരിപാടി 5 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ പിന്നെ 5 മണിക്ക് എങ്ങനെ നോക്കിയാലും കാണാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ഈ ബീച്ചിൽ നിന്ന് അത്യാവശ്യം കുറേ ഫോട്ടോസും വീഡിയോസും ഞങ്ങൾക്ക് റീൽസ് ഇടാനുള്ള എല്ലാ ക്ലിപ്പിങ്സും എല്ലാം എടുത്തതിന് ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ തിരിച്ച് റൂമിലോട്ടാണ് പോയത്. നമ്മുടെ പിള്ളേരൊക്കെ റീൽസ് എടുക്കാൻ വേണ്ടി റെഡി ആയിട്ട് വന്നു കഴിഞ്ഞു. ഈ സ്ഥലം അത്യാവശ്യം റീൽസ് എടുക്കാൻ പറ്റിയൊരു ക്ലൈമറ്റും പറ്റിയ ലൈറ്റിങ്ങും എല്ലാം അടിപൊളിയായിരുന്നു ഇവിടെ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല നല്ല ഷോട്ട്സ് ഒക്കെ കിട്ടിയിരുന്നു റീൽസിന് വേണ്ടത്. എന്റെ സ്വത്ത് തന്നെയാട്ടോ എപ്പോഴും. കുഞ്ഞുമണിയാണ് എന്റെ ശുക്കുമണി, എന്റെ ശുണ്ടാപ്പിയാണ്. അങ്ങനെ അരമ്പോൾ ബീച്ചിലത്തെ കറക്കവും റീൽസ് എടുക്കലും ഫോട്ടോ എടുക്കലും എല്ലാം കഴിഞ്ഞ ശേഷം ഇവിടെ വൈബായിട്ട് കാറിൽ പാട്ടും കേട്ട് ഞങ്ങൾ പരിപാടി സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജിറ്റു ഫുൾ ഓണാണ്. പാട്ടൊക്കെ വെച്ച് എല്ലാവരും ഡാൻസ് കളിച്ച് ഞങ്ങൾ വൈബായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്തോ ഒരു റീൽ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്ത പരിപാടിയാണ്. പക്ഷേ റീലൊന്നും ഇതിൽ വന്നില്ല. ഇത് ഫുള്ള് എന്താ പറയുക, ഇത്തിരി ഫണ്ണായിട്ട് മാറിപ്പോയി നമ്മളെടുത്ത പരിപാടി. അങ്ങനെ ഞങ്ങൾ പരിപാടി നടക്കുന്ന സ്ഥലത്തോട്ട് വന്നു. ഇവിടെ വന്ന് എത്തിയതും ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ഗറില്ല ബൈക്ക് വെച്ചിട്ട് അഭ്യാസം കാണിക്കുന്നവരെ കാണാത്ത. ഞാൻ വന്നത് അയാൾ താഴെ വീണു. എന്തൊരു സമയമാണ് എൻ്റെ. ഇവിടെ ഫുള്ള് അഭ്യാസമായിരുന്നു. ഫുള്ള് ഗറില്ല ബൈക്സ് വെച്ചിട്ട് സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫുള്ള്. വന്നതും ഇത് കാണാമെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ നിന്നത്. എങ്ങനെ നോക്കിയാലും മറ്റേ പാൽ ഡബ്ബ ആൻഡ് MC കൂപ്പറിൻ്റെ പരിപാടി ഞങ്ങൾ മിസ് ചെയ്തു. ഇനിയിപ്പോൾ അത് കണ്ടിട്ട് കാര്യമില്ലല്ലോ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതേ ഇവിടെ എന്താ പറയുക, ബൈക്കിൻ്റെ മുകളിൽ ആളൊക്കെ കയറി നിന്നിട്ട് ഫുള്ള് അഭ്യാസ പ്രകടനമാണ്, ഫുള്ള് അക്രമമാണ് കാണിക്കുന്നത്.
ഇതൊക്കെ എന്താണിത്, ഇവരെങ്ങനെ പോകണമെന്ന് കണ്ടത്, എങ്ങനെ ഒരു ബൈക്ക് കൺട്രോൾ ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഗറില്ല ബൈക്കിൻ്റെ അടിപൊളി സ്റ്റണ്ടും അക്രമം എല്ലാം കണ്ടതിന് ശേഷം നടന്നു വരുമ്പോഴേ നമ്മുടെ പിള്ളേർ ഇവിടെ ഒരു വോളുടെ മുമ്പിൽ നിൽക്കണേണ്ടത്. ഇത് വന്നിട്ട് ആർട്ട് ഓഫ് മോട്ടോർ സൈക്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വോളാണ്. ലൈക്ക് ഇവിടെ നമുക്ക് അത്യാവശ്യം നമ്മുടെ വരയ്ക്കലും എഴുതലും എല്ലാം ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഇവിടെ താഴെ ഒരു പെയിൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈവൻറ്റിൻ്റെ 3 ദിവസവും ആൾക്കാർ ഇവിടെ വരയ്ക്കാനും എഴുതാനും ഒക്കെ നിൽക്കാറുണ്ടായിരുന്നു. സോ ഞങ്ങൾ ഇന്നാണ് ഇവിടെ ഈ ഒരു ഭാഗം ഒന്ന് ശ്രദ്ധിച്ചത്. സോ ഇത് കണ്ടപ്പോൾ നമ്മുടെ പിള്ളേർക്കും ഇവിടെ എഴുതണം എന്നൊരു ഇതുണ്ടായിരുന്നു. സോ ഞങ്ങളും ഇവിടെ എഴുതാമെന്ന് തീരുമാനിച്ച് ഞങ്ങളും എഴുതാൻ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഞങ്ങൾക്ക് എഴുതാനുള്ള പെയിൻറ്റൊക്കെ കിട്ടിയത് അതിന് മുകളിൽ കയറുന്ന എഴുതാൻ തുടങ്ങിയിരിക്കുകയാണ്. ഹാങ് ഓവർ ഫ്രം കേരള. ഇതെന്തേ ഹാങ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത സമയത്ത് ഗ്രൂപ്പിനിട്ട പേരായിരുന്നു. എന്തെങ്കിലുമൊക്കെ പേരിടണമല്ലോ, അപ്പോൾ ഒരു പേരങ്ങോട്ട് ഇട്ടതാണ്. ഹാങ് ഓവർ പടം കണ്ടിട്ട് ആ ഒരു പേരിടാൻ പറഞ്ഞിട്ട് ഇട്ടതാണ്. സോ ഹാങ് ഓവർ ഫ്രം കേരള എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത്. അതിൻ്റെ താഴെ ഞങ്ങളുടെ കോളേജിൻ്റെ പേരൊക്കെ എഴുതുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള എഴുത്തൊക്കെ കഴിഞ്ഞ ശേഷം ഇവിടെ കുറേ സ്റ്റോളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റോളുകളൊക്കെ ഇങ്ങനെ നോക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത്യാവശ്യം മെയിനായിട്ടുള്ളൊരു പരിപാടി ഞാൻ പറഞ്ഞല്ലോ, പാൽ ഡബ്ബയും പിന്നെ MC കൂപ്പറും ആയിരുന്നു. അവരുടെ മെയിനായിട്ടുള്ള പരിപാടി കഴിഞ്ഞു നേരത്തെ തന്നെ. അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്ന് പറയുന്നത് യുഫോറിയ പറഞ്ഞൊരു ബാൻഡിൻ്റെ ആയിരുന്നു. സോ അത് തുടങ്ങുമ്പോൾ കുറേ സ്റ്റോളുകളൊക്കെ ഒന്ന് കയറി നോക്കാം, എന്തെങ്കിലുമൊക്കെ ഗുഡീസൊക്കെ കിട്ടും. അപ്പോൾ ആ ഒരു മൈൻഡിൽ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ സ്റ്റോളുകളൊക്കെ ഉണ്ട്. ടീഷർട്ട്സ് ആൻഡ് എന്താ പറയുക, നമ്മുടെ റൈഡിങ് ഗിയേഴ്സൊക്കെ വെക്കുന്ന കുറേ സ്റ്റോളുകളൊക്കെ ഉണ്ട്. സോ ഇവിടെയൊക്കെ കയറിയിട്ട് നമ്മൾ ചോദിക്കണം, ഗുഡീസ് ഉണ്ടോയെന്ന് കൊണ്ട് ചോദിച്ചാൽ അവർ ഗുഡീസ് തരും. ലൈക്ക് ടീഷർട്ട്സ്, ക്യാപ്പ് തൊട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഇതൊക്കെ എന്താ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 2 ദിവസമായിരിക്കും കൂടുതൽ അവർ കൊടുക്കുന്നത്. അപ്പോൾ അവസാനത്തെ ദിവസം ഇവർ കൊടുക്കുന്നത് ഭയങ്കര കമ്മിയായിരിക്കും. ബിക്കോസ് എന്തായാലും ഒരുപാട് പേര് സ്റ്റോളൊക്കെ അടയ്ക്കേണ്ട സമയമായിട്ടുണ്ടാകും. കാരണം ആ 2 ദിവസത്തെ ഗുഡീസ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രൊമോഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് സ്റ്റോളൊക്കെ അടച്ച് സ്ഥലം വിടും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില റൈഡിങ് ഗിയേഴ്സ് ലൈക്ക് എന്താ പറയുക, നമുക്ക് നമ്മുടെ ഹെൽമെറ്റ്, ജാക്കറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അത്യാവശ്യം ഡിസ്കൗണ്ടഡ് പ്രൈസിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഓൺലൈനിലും അവരുടെ സൈറ്റിലും വിൽക്കുന്ന പ്രൈസിനെക്കാട്ടിലും ഇത് കുറവ് തന്നെയായിരിക്കും. സോ ഞാൻ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബോബോയുടെ ഒരു മൊബൈൽ മൗണ്ടായിരുന്നു ഞാൻ പർച്ചേസ് ചെയ്തത്. സോ അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ഞാൻ അടുത്തത് ഇടുന്നതായിരിക്കും. സോ ഞാനിവിടെ ഒരുപാട് സ്റ്റോളുകളിലൊക്കെ കയറി നോക്കിയ സമയത്ത്
അവർ ഒരുപാട് ഡിസ്കൗണ്ട്സ് തരുന്നുണ്ട്. ബട്ട് എന്താ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിസ്കൗണ്ട് ഈ ഒരു സ്റ്റോളിൽ മാത്രം അവൈലബിൾ ആയിരിക്കുള്ളൂ. നമ്മൾ ഇവിടെ നിന്ന് പേ ചെയ്ത് ഇപ്പം തന്നെ വാങ്ങിക്കുന്നതായിരിക്കും ആ ഒരു ഡിസ്കൗണ്ട്. അല്ലാതെ അവർ ഓൺലൈനിലോ അല്ലാതെ പിന്നീടുള്ള പേയ്മെൻ്റ് ആയിട്ട് അവർ തരുന്നതായിരിക്കില്ല. സോ അതൊരു നല്ല കാര്യമാണ്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കണം, നമ്മുടെ ബൈക്സിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്നാണെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ഓപ്ഷനാണ്. ഇത് വന്നിട്ട് പവർ ഷിഫ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു പേജിൻ്റെ കടയാണ്. സോ ഇവർ വന്നിട്ട് അത്യാവശ്യം കീ ടാഗ്സ് ആൻഡ് സ്റ്റിക്കേഴ്സൊക്കെ കൊടുക്കുന്ന ഒരു പേജാണ്. അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റ് ആണ്. ലൈക്ക് ഒരു കീ ടാഗിനൊക്കെ 99 റുപ്പീസ് ആയിരുന്നു ഇവർ പറഞ്ഞത്. അപ്പോൾ ഒരു 2 എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ, ആ ഒരു ടൈപ്പായിരുന്നു ഇവരുടെ. ഞാൻ ഇവിടെ നിന്നൊരു 3 കീ ടാഗ് വാങ്ങിച്ചായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്നു സംഭവത്തിന്. പുള്ളിക്കാരെ നമുക്കൊന്ന് ചൂസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ആൻഡ് എന്താ പറയുക, ഇത് ഫുള്ള് കീ ടാഗ് സെക്ഷനാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് ഫുള്ള് സ്റ്റിക്കേഴ്സാണ്. ലൈക്ക് സ്റ്റിക്കേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബൈക്കിൽ ഒട്ടിക്കുന്ന നോർമൽ സ്റ്റിക്കേഴ്സും ഉണ്ട്, ആൻഡ് ഓൾസോ ലൈക്ക് മാഗ്നറ്റിക് സ്റ്റിക്കേഴ്സും ഇവിടെ അവൈലബിൾ ആയിരുന്നു. ഞാൻ സ്റ്റിക്കേഴ്സ് ഒന്നും എടുത്തില്ല, ആൻഡ് ഓൺലി കീ ടാഗ് മാത്രമാണ് ഞാൻ എടുത്തത്. അങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങി കുറച്ച് ദൂരം കൂടെ വന്നപ്പോഴാണ് വേറെയും കുറേ സ്റ്റോളുകളൊക്കെ കണ്ടത്. ഇവിടെ MK ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്റ്റോൾ ഉണ്ടായിരുന്നു. ഇവിടെ പോയപ്പോൾ അത്യാവശ്യം എന്താ പറയുക, നമ്മുടെ ബൈക്സിൻ്റെ ഒക്കെ കുറേ സ്കെയിൽ മോഡൽസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ആയിട്ടായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓൾസോ ലൈക്ക് ഇവർ സീറ്റ് കവേഴ്സ് ആൻഡ് അതർ തിങ്സ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നവരാണ്. ഇവരുടെ പേജ് ഫോളോ ചെയ്ത് ഒരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ അവർ നമുക്ക് ഗുഡീസ് തരാമെന്നാണ് പറഞ്ഞത്. സോ അത് നമ്മൾ ചെയ്തു. ആൻഡ് അവരെന്താ തന്നതെന്ന് നമുക്കറിയില്ല. അടുത്ത കുട്ടി കിട്ടിയിരിക്കുന്നത് MK ഡിസൈൻസ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജ് എന്നാണ്. അപ്പോൾ അവരുടെ പേജ് ഫോളോ ചെയ്തപ്പോൾ നമുക്കൊരു കുട്ടി തന്നിട്ട് എന്താ സംഭവം എന്നറിയില്ല, ഒരു ചെറിയൊരു മെസ്സേജിൻ്റെ ഒരു റാപ്പ് പോലുള്ള സംഭവമാണ്. അടുത്ത് നമുക്ക് KYTയിൽ ഇവിടെ കയറി നോക്കാവുന്നത്. അങ്ങനെ നമ്മൾ പോയത് KYTയുള്ള സ്റ്റോറിലോട്ടായിരുന്നു. ഇവിടെ അവരുടെ ഹെൽമെറ്റ് തുടങ്ങി എല്ലാ റൈഡിങ് ഗിയേഴ്സും അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ചെറിയ രീതിക്കുള്ള ഡിസ്കൗണ്ട്സ് അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. സോ നമുക്ക് ഇവിടെ നിന്ന് മാത്രം ഡിസ്കൗണ്ട്സ് അവൈലബിൾ ആയിരുന്നു. ലൈക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഡെലിവറി ആയിട്ട് ഒന്നും കിട്ടില്ലായിരുന്നു. സോ ഇവിടെ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ആ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ടായിരുന്നത്. എനിക്ക് ശരിക്കും അവരുടെ സ്റ്റോളിൽ നിന്ന് ഹെൽമെറ്റ് എടുക്കണം എന്നുണ്ടായിരുന്നു. ബട്ട് ബഡ്ജറ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല. അതേ ഇപ്പോൾ നമ്മൾ നടന്ന് നമ്മുടെ പരിപാടി നടക്കുന്ന സ്ഥലം മറ്റേ സ്റ്റേജിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം 2 ദിവസം വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ന് അത്യാവശ്യം ആളുകൾ കമ്മിയായിരുന്നു. എന്താ പറയുക, ലൈക്ക് ഒരു അത്യാവശ്യം ഒരു കാം വൈബിലുള്ള ഒരു പരിപാടികളൊക്കെ ആയിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. ആൻഡ് ഫസ്റ്റത്തെ 2 പരിപാടികളും അത്യാവശ്യം എനർജറ്റിക് ആയിട്ടുള്ള പരിപാടികൾ. സോ നമ്മുടെ പിള്ളേരെല്ലാവരും അവിടെയാണ്. സോ ഞാനിപ്പോൾ അവരെയും തപ്പി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരതിൻ്റെ ഇടയിൽ എവിടെ പോയി നിൽക്കണമെന്ന് പോലും എനിക്കറിയത്തില്ല. ഇതോ നമ്മളിവിടെ പരിപാടിയൊക്കെ നടക്കുന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞു. ഇവിടെ സ്റ്റേജിൽ യുഫോറിയ പറഞ്ഞിട്ടൊരു ബാൻഡിൻ്റെ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ഫുള്ള് ഹിന്ദി പാട്ടും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ പാട്ടിലുള്ളത്. ആൻഡ് എന്താ പറയുക, ക്രൗഡ് ഉണ്ട്. ബട്ട് കഴിഞ്ഞ 2 ദിവസത്തെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കുറവായിരുന്നു. പിന്നെ എന്താ പറയുക, കഴിഞ്ഞ 2 ദിവസം തുള്ളിച്ചാടാൻ കിട്ടിയ പാട്ടുകളെ പോലെ അത്യാവശ്യം തുള്ളിച്ചാടാൻ പറ്റിയ പാട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല കൂടുതലും. സോ ഞാൻ അവിടെ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ അപ്പുറത്തോടെ ഉണ്ട്, അവന്മാരെ തപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ എവിടെയോ പോയി നിൽക്കുന്നുണ്ട്. ഞാൻ മാത്രമാണ് അപ്പുറത്തെ സ്റ്റോളുകളിലൊക്കെ കയറിക്കൊണ്ടിരുന്നത്. ആൻഡ് ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല നല്ല രസമുണ്ട് കാണാൻ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ പേർക്ക് പാൽ ഡബ്ബ ആൻഡ് MC കൂപ്പറുടെ പരിപാടി 5 മണിക്ക് തന്നെ കഴിഞ്ഞ കാര്യം അറിയില്ല. ഒരുപാട് പേര് അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് പരിപാടി കഴിഞ്ഞ കാര്യം അറിയാതെ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ അവിടെ പോയി നിൽക്കുന്ന സമയത്ത് ഞങ്ങളത് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു, ഇങ്ങനെ അടുത്ത പരിപാടി ഏതാണ്, പാൽ ഡബ്ബ ആൻഡ് MC കൂപ്പർ ആണോ എന്ന് വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഞങ്ങൾക്കും അത് അറിയാൻ കുറച്ച് വൈകിപ്പോയി. അതായത് പാൽ ഡബ്ബ ആൻഡ് MC കൂപ്പറുടെ പരിപാടി കഴിഞ്ഞു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിഞ്ഞത് ഒരുപാട് ലേറ്റായിട്ടാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാവരും എന്താ പറയുക, ഇതൊക്കെ ഒരു നോർമൽ കൈൻഡ് ഓഫ് സോങ്സ് ആണ്. നിങ്ങൾക്ക് തുള്ളിച്ചാടാൻ പറ്റിയ സോങ്സ് അല്ലാത്തതുകൊണ്ട് എല്ലാവരും ഒരു കാം വൈബിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മെയിൻ സ്റ്റേജിൽ കുറേ നേരം നിന്ന് ബോറടിച്ച ശേഷം ഞങ്ങൾ ഇവിടുത്തെ സെക്കൻഡ് സ്റ്റേജിൽ എന്താ പരിപാടി എന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഇവിടെയാണെങ്കിലും ഇവിടെ ഒരു ബാൻഡ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഏതാ ബാൻഡെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഒരു ഭയങ്കര കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു വൈബായിരുന്നു ഇവിടെ. ആൾക്കാർ ഫുള്ള് എന്താ പറയുക, അങ്ങനെ തുള്ളിച്ചാടുന്നൊരു മൂഡല്ലാതെ ഫുള്ള് ഒരു റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നൊരു മൂഡായിരുന്നു ഇവിടെ. ആൻഡ് 3rd ഡേ ആയതുകൊണ്ട് തന്നെ തിരക്ക് ഭയങ്കര കുറവായിരുന്നു. ആൾക്കാരെല്ലാവരും അവരുടെ സ്റ്റോളുകളൊക്കെ അടച്ചു പൂട്ടി അവിടെ നിന്ന് പോകാനൊരുങ്ങുന്ന ഒരു തിരക്കിലായിരുന്നു എല്ലാവരും. സോ അതുകൊണ്ട് തന്നെ ഇവിടെ തിരക്ക് ഭയങ്കര കമ്മിയായിരുന്നു. ആൻഡ് ഇവിടെ ഒരു ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുന്നുണ്ട്. എനിക്കിത് ആരാണെന്ന് സത്യത്തിൽ അറിയില്ല. കാരണം ഞങ്ങൾ ഈ ഒരു സ്റ്റേജിലത്തെ പെർഫോമൻസ് കാണാൻ വന്നത് ഇന്ന് ലാസ്റ്റ് ഡേ മാത്രമായിരുന്നു വന്നത്. 2nd ഡേ ആൻഡ് 1st ഡേ ഞങ്ങൾ ആ മെയിൻ സ്റ്റേജിലത്തെ പരിപാടി മാത്രമായിരുന്നു കണ്ടത്. അങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങി കുറച്ച് ദൂരം കൂടെ നടന്നപ്പോഴാണ് ഇവിടെ ഒരു കഫേ 1901 എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കണ്ടത്. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡിൻ്റെ 125th എഡിഷൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സെക്ഷനാണിത്.
ഇവിടെ റോയൽ എൻഫീൽഡിൻ്റെ പുതിയ മോഡലായ ബുള്ളറ്റ് 650 ആൻഡ് ഓൾസോ 125 ഇയർ സ്പെഷ്യൽ എഡിഷനായ ക്ലാസിക് 650 നിൽക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം ഭയങ്കര ഒരു വൈബ് ആൻഡ് അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റോളായിരുന്നു ഇത്. ഇവിടെ 125 എന്നൊക്കെ എഴുതിയിട്ട് ഇവരുടെ കുറേ മിനിയേച്ചർ മോഡൽസിൻ്റെ ഒരു കളക്ഷൻ തന്നെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ നിൽക്കുന്നത് ഇവരുടെ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ഹിസ്റ്ററി പറയുന്ന ആ ഒരു മിനിയേച്ചർ മോഡലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. 1901 അവരുടെ ആദ്യത്തെ ആ ഒരു ബുള്ളറ്റ്, ആ ഒരു റോയൽ എൻഫീൽഡ് ബൈക്കിൻ്റെ ഒരു മോഡലൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ സൈഡ് അത്യാവശ്യം GT 650 ആൻഡ് ബുള്ളറ്റ് 350ൻ്റെ കുറേ മിനിയേച്ചർ മോഡൽസൊക്കെ ഉണ്ട്. ആ ഫാനൊക്കെ കറങ്ങുന്നുണ്ട്. അതാണ് അവർ കൊടുത്തിരിക്കുന്ന ആ ഡീറ്റെയിലിംഗ് നമ്മൾ നോക്കി നിന്ന് പോകും. അത്രയ്ക്ക് അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ. ഇവിടെ നിൽക്കുന്നത് ക്ലാസിക് 650യുടെ പുതിയ ലിമിറ്റഡ് എഡിഷനാണ്, അതായത് 125 ഇയർ സ്പെഷ്യൽ എഡിഷനാണ് ഈ നിൽക്കുന്നത്. ഈ ഒരു കളർ വേരിയൻറ്റ് വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര ലുക്കായിരുന്നു ശരിക്കും നേരിൽ കാണുമ്പോൾ തന്നെ. എന്താ പറയുക, ആ ഒരു ബൈക്കിൻ്റെ ലുക്ക് കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യുന്ന രീതിക്കായിരുന്നു ഈ ഒരു ലിമിറ്റഡ് എഡിഷൻ ഉള്ളത്. അങ്ങനെ മോട്ടോവേഴ്സ് 3rd ഡേ അവസാനിച്ചിരിക്കുകയാണ്. അതായത് ഈ വർഷത്തെ മോട്ടോവേഴ്സ് അവസാനിച്ചിരിക്കുകയാണ്. അവിടെ പടക്കമൊക്കെ പൊട്ടിച്ച് അടിപൊളിയായിട്ട് അവരത് അവസാനിപ്പിച്ചു. ആൻഡ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ബാഗ ബീച്ചിലോട്ട് വന്നു. എന്തായാലും ഇനി ബീച്ചിൽ പോയി എന്നുള്ള ഒരു പരാതി വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ബീച്ചിലോട്ട് വന്നത്. ഇവിടെ വന്നപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പായി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് അന്വേഷിക്കണം. ഇവിടെയാണെങ്കിൽ എന്താ പറയുക, തൊട്ടാമുട്ടിയ വൻ പൈസയാണ്. ബിരിയാണിയൊക്കെ 400 റുപ്യയിൽ കമ്മിയൊന്നും ഇല്ല അവിടെ. അപ്പോൾ ഞങ്ങൾ കുറേ ഫുഡൊക്കെ അന്വേഷിച്ച് നടന്ന് എന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾക്കൊരു 160 റുപ്യക്ക് ചിക്കൻ നൂഡിൽസ് കിട്ടിയായിരുന്നു. അത് കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ നിന്ന് നേരെ വന്നത് ബാഗ ബീച്ചിന് തൊട്ടപ്പുറത്തുള്ളൊരു സ്ട്രീറ്റിലാണ്. ഈ ഒരു സ്ട്രീറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം പബ്ബും പാർട്ടിയൊക്കെ ആയിട്ടുള്ളൊരു സ്ട്രീറ്റാണ്. ലൈക്ക് ഗോവയുടെ ഒരു നൈറ്റ് ലൈഫ് കാണുന്നതിൽ ഇവിടെ വരാം നമുക്ക്. അത്യാവശ്യം ഫുള്ള് എന്താ പറയുക, കളർഫുള്ളായിട്ടുള്ള സ്ട്രീറ്റാണ്. വേറൊരു സ്ഥലത്ത് വന്ന പോലെ നമുക്കൊരു ഫീൽ ഉണ്ടാകും. ഗോവയല്ല എന്നുള്ളൊരു ഫീൽ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. കാരണം അതുപോലത്തെ ഒരു വൈബായിരുന്നു ഇവിടെ ഫുള്ള് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊന്നും കയറാൻ നിന്നില്ല. കാരണം ഡ്രിങ്ക്സ് കഴിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. ഡ്രിങ്ക്സ് ഒന്നും കഴിക്കാത്തവർ കയറിയിട്ട് ഇതിനുള്ളിൽ വലിയ കാര്യമൊന്നുമില്ല. വെറുതെ പൈസ കളയുന്നല്ലാതെ അതിലപ്പുറം വേറൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഞങ്ങളപ്പോൾ കാഴ്ചകൾ മാത്രം കണ്ടിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത്. സോ അങ്ങനെ ഞങ്ങളുടെ 3 ദിവസത്തെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. സോ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ച് നാട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. സോ കുറച്ച് ദൂരം നടന്ന ശേഷം ഞങ്ങൾക്കൊരു ക്യാബ് കിട്ടിയത്. ആൻഡ് വേറൊരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഗട്ടോറിന്ന് തിവിമിലോട്ടായതിന് ഞങ്ങൾക്ക് പോകേണ്ടത് മഡ്ഗൗണിലോട്ടായിരുന്നു. സോ വാഗട്ടോർ ആൻഡ് മഡ്ഗൗൺ അറൗണ്ട് 50 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. സോ ഇവിടുത്തെ മറ്റ് ക്യാബുകളൊക്കെ വാഗട്ടോറിന്ന് തിവിമിലോട്ട് ലൈക്ക് 17 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അവിടേക്ക് പോകാൻ തന്നെ 2000 റുപ്പീസൊക്കെയാണ് ചോദിച്ചത്. ആൻഡ് വേറൊരു ക്യാബുകാർ ഇവർ വിളിച്ചിട്ട് എന്താ പറയുക, വാഗട്ടോറിന്ന് മഡ്ഗൗണിലോട്ട് ഇവർ 2200 റുപ്പീസിന് എത്തിച്ചേരാമെന്ന് പറഞ്ഞു. ആൻഡ് അതൊരു വളരെ നല്ലൊരു കാര്യമായിരുന്നു. ആൻഡ് ക്യാബ് സർവീസും എല്ലാം അടിപൊളിയായിരുന്നു അവരുടെ. ആൻഡ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ ഫുള്ള് എന്താ പറയുക, നമ്മുടെ മലയാളം പാട്ടൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ വൈബാക്കിയിട്ടാണ് കൊണ്ടുപോയത്. അത്യാവശ്യം ഒരു ബോറടി ഇല്ലാതെയാണ് ക്യാബിൽ ഞങ്ങൾ പോയത്. ആൻഡ് ഫൈനലി ഞങ്ങളത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു ട്രിപ്പ് ശരിക്കും ഭയങ്കര ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എല്ലാവർക്കും കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതെല്ലാം ഈ ഒരു ട്രിപ്പിൽ ക്ലിയർ ആയി. സോ നെക്സ്റ്റ് ടൈം വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരണം, എവിടെ സ്റ്റേ ചെയ്യണം, ഈ ട്രിപ്പ് എങ്ങനെ നമ്മൾ ഓർഗനൈസ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഇപ്പോഴാണ് പിടികിട്ടിയത്. ആൻഡ് ഞങ്ങൾ ട്രെയിനൊക്കെ കയറി ഇപ്പോൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ട്രെയിന് അവിടെ മഡ്ഗൗൺ തന്നെയായിരുന്നു. ഞങ്ങൾ AC ഒന്നും ബുക്ക് ചെയ്തില്ല. പോകുമ്പോൾ സ്ലീപ്പർ ആയിക്കോട്ടെ എന്നുകൊണ്ട് സ്ലീപ്പറാണ് ബുക്ക് ചെയ്ത് അത്യാവശ്യം ഭയങ്കര ഫണ്ണായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു ഇപ്പോൾ ട്രിപ്പൊക്കെ. ഇനി ഇതേപോലെ വേറെ വീഡിയോസ് ഞാൻ വരുന്നതായിരിക്കും. കുറേ ട്രാവൽ വീഡിയോസൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എല്ലാം ചെയ്ത് ഇതേപോലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഗൈസ്. കാണിക്കും
എന്താ നടക്കുന്നത്? അപ്പോഴേ